പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ കൂടിക്കാഴ്ച നടത്തുന്നു. രാജ്നാഥ് സിംഗിന്റെ വസതിയിലാണ് നിർണായകമായ കൂടിക്കാഴ്ച നടക്കുന്നത്. അതിനിടെ NIA-യുടെ 18-അംഗ ടീം പഹൽഗാമിലെത്തി. CRPF ആസ്ഥാനത്ത് വെച്ച് ദൃക്സാക്ഷികളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുകയാണ്. നേരത്തെ ബൈസൺ വാലിയിലെ ഗ്രൗണ്ട് സീറോ സന്ദർശിച്ച് പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു. TG സജിത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സജിത്ത്, അതിർത്തിയിൽ സേനാവിന്യാസം അത് ശക്തമായി നടക്കുന്നുണ്ട്. നമ്മുടെ സൈന്യം അറിയിച്ചു കഴിഞ്ഞു, ഞങ്ങൾ സർവ്വസജ്ജരാണെന്ന്. അതിനുവേണ്ടിയുള്ള പ്രധാനപ്പെട്ട നീക്കങ്ങളെല്ലാം സൈന്യത്തിന്റെ ഭാഗത്ത് കൃത്യമായി നടക്കുന്നു. ശക്തി പ്രകടനം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ ഇതാ നിർണായകമായ കൂടിക്കാഴ്ച നടക്കുകയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി സംയുക്ത സേനാ മേധാവിയുടെ. ഈ കൂടിക്കാഴ്ച അതിനിർണായകം തന്നെയാണ്. എന്തു മനസ്സിലാക്കണം? ഉടൻ ഒരു നീക്കമുണ്ടാകുമോ? എന്താണ് അറിയാൻ സാധിച്ചത്? കൂടുതൽ വിശദാംശങ്ങൾ സജിത്ത്. ഭവ്യ, 4 മണിയോടെയാണ് സംയുക്ത സേനാ മേധാവിയും പ്രതിരോധ മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച ആരംഭിച്ചത്. ഈ കൂടിക്കാഴ്ചയിൽ തന്ത്രപ്രധാനമായ കാര്യങ്ങൾ ചർച്ചയാവുന്നു എന്ന് തന്നെ നമുക്ക് കരുതണം. കാരണം അതിർത്തിയിലെ സംഘർഷം അത് അങ്ങേയറ്റം സങ്കീർണമാവുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പെഹൽഗാം അക്രമത്തിന് പിന്നാലെ ഇന്ത്യ തിരിച്ചടിക്കാനൊരുങ്ങുന്നു എന്ന സൂചനകൾ പല ഘട്ടങ്ങളിലായി പുറത്തു വന്നിരുന്നു. പലതരത്തിലുള്ള സൂചനകളും പുറത്തുവരുന്നു. 3 സേനകളും സേനാവിന്യാസം അതിർത്തി മേഖലകളിൽ ശക്തമാക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇതിനിടയിലാണ് ഈ കൂടിക്കാഴ്ച നടക്കുന്നത്. ഇതുവരെയും തിരിച്ചടിയുടെ സൂചനകളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓപ്പറേഷൻ സൂചനകളോ രാജ്യം പങ്കുവച്ചിട്ടില്ല. പക്ഷേ ഇത്തരം വാർത്തകൾ പങ്കുവയ്ക്കുന്നതിൽ മാധ്യമങ്ങൾക്കും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും സംയുക്ത സേനാ മേധാവി നടത്തുന്ന കൂടിക്കാഴ്ച നിർണായകമാണ്. 2 തരത്തിലാണ് ആ സാഹചര്യം നമുക്ക് നോക്കിക്കാണാനാവുന്ന. ഒന്ന്, NIA ഈ കേസിൽ വെടിപ്പിൽ അന്വേഷണം ഏറ്റെടുത്ത് അന്വേഷണ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. അതായത് ഈ തീവ്രവാദികളെ കണ്ടെത്താനുള്ള ശ്രമങ്ങളുടെ തുടർച്ചയായുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി NIA പഹൽഗാമിലെ സ്ഥലത്ത് സന്ദർശനം നടത്തുകയും CRPF ഹെഡ്ക്വാർട്ടേഴ്സിൽ കൂടിക്കാഴ്ചയും മറ്റ് നീക്കങ്ങൾ നടത്തുകയാണ്. ഇതിന് പുറമെ ദൃക്സാക്ഷികളിൽ നിന്നും മൊഴിയെടുക്കൽ രാജ്യത്തിന്റെ വിവിധയിടങ്ങളിലായി നടക്കുകയാണ്. കൊൽക്കത്തയിലാവട്ടെ അല്ലെങ്കിൽ ഈ സംഭവത്തിൽ ഉൾപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട് അവരിൽ നിന്നും ദൃക്സാക്ഷികളിൽ നിന്നും മൊഴിയെടുക്കാനുള്ള നീക്കങ്ങൾ പലയിടങ്ങളിലായി NIA നടത്തുകയും ചെയ്യുന്നു. ഇതിനൊപ്പം തന്നെ BSF കോൺസ്റ്റബിളിനെ കാണാതായ സംഭവമുണ്ട്. BSF കോൺസ്റ്റബിൾ പാകിസ്ഥാന്റെ പിടിയിലാണ്. സ്വാഭാവികമായും ഇത് വിട്ടുകിട്ടേണ്ടതുണ്ട്. ഇത്തരത്തിൽ പലതരത്തിലുള്ള സാഹചര്യങ്ങൾ രൂപപ്പെടുകയാണ്. അങ്ങനെയെങ്കിൽ അതിർത്തിയിലെ സാഹചര്യങ്ങൾ സ്വാഭാവികമായും ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയാവുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ഇതിനപ്പുറം ഇന്ത്യ നടത്തുന്ന നയതന്ത്ര നീക്കങ്ങളും പ്രധാനപ്പെട്ടതാണ്. കാരണം തെളിവ് ശേഖരിച്ച് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ ഒരു മേൽക്കൈ നേടുന്നു. ഇതിനു പുറമെ ഡാമുകൾ, നേരത്തെ സിന്ധു നദിയിൽ നിന്നുള്ള വെള്ളം വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻമേൽ കടുത്ത സമ്മർദ്ദം ഇന്ത്യ ചെലുത്തിയിരുന്നു. ഡാം മുന്നറിയിപ്പില്ല, ഡാം തുറന്നു വിട്ടുകൊണ്ടുള്ള ഇന്ത്യയുടെ നീക്കമുണ്ടായി. ഇത് പാകിസ്ഥാൻ മേഖലയിൽ വലിയ വെള്ളപ്പൊക്കത്തിന് ഇടവെച്ചിട്ടുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. എന്തായാലും സൈനിക നീക്കം ഇതുവരെയും ഏതു തരത്തിലെന്നതിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ഒരു പക്ഷേ ആ സൈനിക നീക്കത്തിന്റെ മുന്നോടിയായിട്ട് കൂടിയാണ് ഈ കൂടിക്കാഴ്ച എന്നുകൂടി പ്രസക്തമായ കാര്യമാണ്. എന്തായാലും സംയുക്ത സേനാ മേധാവിയും പ്രതിരോധ മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച തുടരുകയാണ്. തീർച്ചയായും നിർണായകമായ കൂടിക്കാഴ്ചയാണ് നടക്കുന്നത്. TG സജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. നന്ദി.